ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ് അഥവാ ആട് ജീവിതം. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെ എത്തുന്ന സിനിമയുടെ റിലീസ് നേരത്തെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഏപ്രിൽ 10 എന്ന് പറഞ്ഞ വിഷു റിലീസ് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ ആ റിലീസിൽ നിന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ പിന്മാറിയിരിക്കുകയാണ്. ഇത്തവണ സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുകയല്ല, മറിച്ച് പ്രീപോണ്ട് ചെയ്തിരിക്കുകയാണ്. ആട് ജീവിതം നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തും. അതായത് അടുത്ത മാസം മാർച്ച് 28 ആട് ജീവിതം തിയേറ്റർ റിലീസ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല തീരുമാനമെന്ന് നിസ്സംശയം പറയാം. നേരത്തെ വിഷു റിലീസായിട്ട് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഒപ്പം തന്നെ മറ്റു സിനിമകളുടെ ക്ലാഷ് റിലീസിൽ ഒരുപക്ഷെ കളക്ഷൻ എല്ലാം തന്നെ കുറയുമോ എന്ന് പലരും ഉറ്റുനോക്കിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് പ്രീപോണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചൊരു തീരുമാനമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ മാർച്ച് 28 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ലാലേട്ടന്റെ സിനിമയാണ് ബറോസ്. ലാലേട്ടൻ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് പ്രഖ്യാപനം കഴിഞ്ഞ വർഷം നടത്തിയതാണ്. എന്നാൽ ഏകദേശം ഒരു മാസത്തിനിടയിൽ സിനിമയുടെ റിലീസ് മാറ്റിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിൽ സിനിമയുടെ റിലീസ് ഏപ്രിൽ അവസാന വാരത്തിലേക്ക് അതല്ലെങ്കിൽ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ചിത്രത്തിന്റെയും അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഒരു മേഖലയിലെ കൂടി കളക്ഷൻ റിപ്പോർട്ടാണ്. സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടി പ്രധാന റോളിലെത്തിച്ച് രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കേരള കളക്ഷൻ നാം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞതാണ്. 11,85,00,000 സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. ഇപ്പോഴത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ ഞായറാഴ്ച പ്രതീക്ഷിച്ചതുപോലെ 1 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇതുവരെ 4 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 3,05,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. അങ്ങനെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം, അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം 14,90,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ മികച്ചൊരു ഇന്ത്യൻ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ബ്രഹ്മയുഗം. ഇനി സിനിമയുടെ കൃത്യമായ ഓവർസീസ് കളക്ഷനാണ് പുറത്തു വരേണ്ടത്. 30 കോടി രൂപയ്ക്ക് മുകളിൽ നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട സിനിമയുടെ കൃത്യമായ ഓവർസീസ് കളക്ഷൻ അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തുവരും. കാത്തിരിക്കൂ കൂടുതൽ ബ്രഹ്മയുഗം വാർത്തകൾ കേട്ട്.